സ്വാമിമാരെ നിർത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ നടപ്പന്തലിൻ്റെ ഗേറ്റ് തുറന്ന് സ്വാമിമാർ മേപ്പോട്ട് വിടുകയാണ്. ഇത് ഘട്ടം ഘട്ടമായിട്ട് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തെ നടപ്പന്തലിൽ ഇപ്പോൾ ഗേറ്റ് തുറന്ന് ഒന്നാം നടപ്പന്തലിലേക്കൊക്കെ സ്വാമിമാരെ കൊണ്ടുവരും. നമുക്ക് ഗണപതി കോവിലിൻ്റെ പടികൾ കടന്നു ഗണപതി കോവിലിൽ ചെന്ന് തേങ്ങ ഉടച്ചിട്ട് വിഘ്നങ്ങൾ എല്ലാം ഒഴിവാക്കി അയ്യപ്പനെ കാണാൻ രാവിലെ 3 മണിക്കാണ് നട തുറക്കുന്നത്. രാവിലത്തെ ദർശനത്തിന് വേണ്ടി പോകുന്ന സ്വാമിമാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ നടപ്പന്തലിലുള്ള സ്വാമിമാരെ ഇപ്പോൾ ഒന്നാമത്തെ നടപ്പന്തലിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ തിരക്ക് ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ സ്വാമിമാർ ഗണപതി കോവിലിൽ കയറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഈ അടുത്ത ബാച്ച് ഓഫ് സ്വാമിമാരെ നമ്മൾ കടത്തിവിടുത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ തിരക്ക് കുറഞ്ഞ രീതിയിൽ നമുക്ക് ദർശനത്തിന് കാര്യത്തിനും എല്ലാത്തിനും ഭംഗിയായി നടക്കത്തുള്ളൂ. നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ വീണ്ടും അത് നമ്മുടെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം മൂന്നാമത് നിൽക്കുന്ന നടപ്പന്തലിൽ നിന്ന് രണ്ടാമത്തെ നടപ്പന്തലിലേക്ക് മാറ്റും. അങ്ങനെയാണ് പോലീസിൻ്റെ ഇവിടെ പമ്പയിലെ അറേഞ്ച്മെൻറ്റ്. ഇത് കാരണം നമുക്ക് മേളിലോട്ടുള്ള തിരക്ക് വളരെയധികം നിയന്ത്രിക്കാൻ ഒക്കുന്നുണ്ട്. ഓക്കെ, സ്വാമി ശരണം ഉണ്ടാകും നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാം നടപ്പന്തലിൽ നിൽക്കുന്ന സ്വാമിമാരെ രണ്ടാമത്തെ നടപ്പന്തലിലേക്കും നാലാമത് നിൽക്കുന്ന മൂന്നിലേക്കും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വലിയ തിരക്ക് ഇന്ന് പമ്പയിൽ അനുഭവപ്പെടുന്നില്ല. ചെറിയ തിരക്കുകളേ ഉള്ളൂ. 3 നടപ്പന്തൽ മാത്രമേ ഇപ്പം നിറഞ്ഞിട്ടുള്ളൂ. അതിന് പുറകിൽ കാലിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ വലിയ തിരക്കില്ല ഇന്ന്. സ്വാമി ശരണം.